ഹല്ലേലൂയ. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-4 വരെയുള്ള വാക്യം വായിച്ചു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ആമേൻ. ഹല്ലേലൂയ. സ്തോത്രയുടെ പാഠത്തിൽ തുടങ്ങുന്ന അതുകൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തുടങ്ങിയപ്പോൾ അതിന് മുന്നിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. എന്താ പറയാ? ആമേൻ. യേശു കർത്താവിനെ കുറിച്ച് അവൻ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയെ ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുക. അപ്പം ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് 1-ാം അധ്യായത്തിൽ പറയുമ്പോൾ. ഹല്ലേലൂയ. അവിടെ നമുക്ക് ദൈവം കർത്താവ് യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന അധികാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ പറയുന്നുണ്ട് ആമേൻ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ വന്നിട്ട് ദൈവത്തിന്റെ കർത്താവിന് ലാസ്റ്റ് പറഞ്ഞേക്കുന്ന ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാതപിടമാകും, നീ എന്റെ വലതുഭാഗത്തിരിക്കുന്ന ദൂതന്മാർ ആരോടെങ്കിലും വല്ലപ്പോഴും അരളിച്ച് അവരൊക്കെ രക്ഷപ്രാപിപ്പാനുള്ള ശുശ്രൂഷകർക്ക് അയക്കപ്പെട്ട സേവകാത്മാക്കളെ. ദൂതന്മാരെല്ലാം സേവകാത്മാക്കളാണ്. പക്ഷെ കർത്താവ് യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു ഉദയം ഒന്ന്. എന്നിട്ട് അത് പറഞ്ഞു എന്നിട്ട് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതെ കേട്ട അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ള ആവശ്യമാണ്. അപ്പം നമ്മൾ ഒഴുകി പോകുക. നമുക്ക് എല്ലാവർക്കും അറിയാം ഒഴുകി പോകുന്നത് എങ്ങനെയാണെന്നല്ലേ. കാരണം ഇപ്പൊ ഇവിടെയൊക്കെ കായലിനടുത്തൊക്കെ നമുക്ക് കാണാം വള്ളം ബോട്ടൊക്കെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിന് വേണമെങ്കിൽ ഒഴുകിപ്പോകാൻ പറ്റും. ഒഴുകിപ്പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ ദിശ മാറി ഹല്ലേലൂയ ആമീൻ ഒരാൾ തുഴഞ്ഞുകൊണ്ടല്ല ഒരാൾ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നതും ഒഴുകി പോകുന്നതും തമ്മിൽ രണ്ടാണ്. ഒഴുകി പോകുന്ന വെച്ചാൽ അത് ഇഷ്ടമുള്ള ദിക്കിലെ അല്ലെങ്കിൽ കാറ്റിനനുസരിച്ചൊക്കെ അത് പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ അതുപോലെ നമ്മൾ കേട്ടത് ഇത്രയും സമയം പറഞ്ഞിട്ട് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ട് കേട്ടത് ഹല്ലേലൂയ എന്താ ഒഴുകി പോകാതിരിക്കുക, അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാൻ. അപ്പൊ നമ്മൾ വിശ്വാസികളായിരിക്കുന്നെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ ഉപദേശത്താൽ എന്താ പറയാ ഒരു ഷിപ്പൊക്കെ കൊണ്ടുവന്ന് നങ്കൂരം ഇടുക എന്ന് പറയും, എവിടെയെങ്കിലും കൊണ്ട് ഉറപ്പിക്കുന്നുണ്ട്. അതുപോലെ ആയിരിക്കണം വിശ്വാസികൾ. കാരണം ഇട്ട് കഴിഞ്ഞാൽ അത് ഉറച്ചതാ, അത് പിന്നെ പോകത്തില്ല. അത് ഇളക്കണമെങ്കിൽ പിന്നെ ആരെങ്കിലും വന്ന് ഇളക്കിയാലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ കേട്ടത് നല്ല ഉറപ്പോടെ ആയിരിക്കണം വിശ്വസിക്കേണ്ടത്. ഇന്നലെ നമ്മൾ രാവിലെ ഒന്ന് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു എന്താ പറയാ കർത്താവിന്റെ ഇന്നലെ നമ്മളൊന്നുമല്ല അല്ലാതെ ഞാൻ സംസാരിച്ചു കൊടുക്കുന്നത് കർത്താവ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള ഓരോ പ്രോമിസും അത് ദൈവം നിവർത്തിക്കും. അപ്പൊ അതെങ്ങനെയുണ്ടാകും? നമ്മുടെ ഹൃദയത്തിൽ നല്ല പറഞ്ഞ ഹൃദയം നിറയുന്നതാണ് വായ സംസാരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ വായുടെ ഫലത്താൽ നമ്മൾ നന്മ അനുഭവിക്കുന്നതല്ല നമ്മൾ സംസാരിച്ചപ്പോൾ. അപ്പൊ വായുടെ ഫലത്തിൽ നന്മ വായുന്നുണ്ട് എന്ത് സംസാരം ഇവിടെ ഹൃദയത്തിൽ നിറയുന്ന സംസാരിക്കും. അപ്പൊ ഹൃദയത്തിൽ വിശ്വാസമാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ വിശ്വാസമായിരിക്കും. അവിശ്വാസമാണെങ്കിൽ ഭയമാണെങ്കിൽ സംസാരിക്കുന്നതെല്ലാം ഭയവും അവിശ്വാസമായിരിക്കും. അപ്പൊ നമ്മൾ വചനത്താൽ അടിസ്ഥാനമിട്ട് നമ്മളെ പഠിപ്പിച്ച വചനം നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നത് പോലും ഒരു വിശ്വാസത്താലാണ് അല്ലെ. രക്ഷയിലേക്ക് വരാൻ കാരണം വിശ്വാസമാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മൾ കേട്ട വിശ്വാസത്താലാണ് നമ്മൾ ദൈവസന്നിധി രക്ഷയിലേക്ക് വരാൻ. അപ്പൊ ഇത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ പറയാണ് എന്നെ ഏറ്റവും ഉറപ്പിച്ച വചനം നിന്റെ തലയിൽ എത്ര മുടിയുണ്ടോ നീ അറിയുന്നില്ല, അത് താഴെ വീണ ഞാൻ അറിയാതെ വീഴുകയില്ല. അപ്പൊ ആ ഒരു വചനം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉറച്ചു കിടക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിൽ എത്തുമ്പോഴും എന്ത് സംഭവിക്കുമ്പോഴും ഹല്ലേലൂയ അത് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങരും. പിന്നെ ഞാൻ പറയാറുണ്ട് എൻ്റെ ദൈവം എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരൊക്കെ നമ്മൾ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യുമ്പോൾ പരിഹസിക്കുക അല്ലെങ്കിൽ എന്ത് കാര്യം സംഭവിക്കുമ്പോഴും ദൈവകർത്താവ് യേശുക്രിസ്തു പറഞ്ഞൊരു വാക്യം അതും എനിക്ക് ഭയങ്കര മുകളിൽ നിന്ന് തരാത്ത എൻ്റെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഇല്ല. അപ്പൊ ഞാൻ കർത്താവ് മുകളിൽ നിന്ന് കൊടുത്ത അധികാരമാണെങ്കിൽ ആ പറയുന്നത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയല്ലേ. ദൈവം അനുവദിക്കാതെ
ഒരാൾ നമ്മുടെ നേരെ ഒരു വാക്ക് പറയത്തില്ലല്ലോ. ഹാലിലെ നമ്മളെ ഒരാൾ അല്ലെങ്കിൽ കുറ്റം പറയത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറയണമെങ്കിൽ, അല്ലെങ്കിൽ മോശമായിട്ട് കരുതണമെങ്കിൽ, മോശമായിട്ട് ചിന്തിക്കണമെങ്കിൽ പോലും ദൈവം കൊടുത്ത അധികാരമല്ല അത്. അപ്പൊ ഞാൻ എന്തിനാ അത് ആവശ്യകത, ആ സമയത്ത്, ആ കാലഘട്ടത്തിൽ, ആ സാഹചര്യത്തിൽ അത് ആവശ്യമായത് കൊണ്ടാണ് കർത്താവ് അത് അനുവദിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളത്തിൽ ഉറച്ചു കിടന്നാൽ, നമ്മൾ കേട്ടത്, ദൈവം കർത്താവ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്, ആ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിച്ചതെല്ലാം നമ്മൾ കേട്ടത് ഉറച്ചു നിന്ന് ആ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അതിന്ന് ഒഴുകിപ്പോകാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പറ്റും. അപ്പം യേശുക്കർത്ത മറ്റൊരിടത്ത് പറഞ്ഞു, പാറമേൽ അടിസ്ഥാനം വിട്ട വീട്, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താ? വൻമഴ പൊങ്ങി കാറ്റടിച്ച് ആമി കടൽ ആർത്തിരച്ച് വന്നാലും എന്താ പറയാ, പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് കുലുങ്ങാതെ നിൽക്കും. സീയോൻ പർവ്വതം പോലെ അത് കുലുങ്ങത്തില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും വചനത്താൽ അടിസ്ഥാനപ്പെട്ടവരാണെങ്കിൽ ഉറച്ചു നിൽക്കണം. അത് ഒഴുകിപ്പോകണം അല്ല എന്ന് ഇവിടെ പറഞ്ഞു. കേട്ട അധികം വല്ലപ്പോഴും ഒഴുകിപ്പോരുക അധികം ശ്രദ്ധയോടെ ആകുന്നു. ദൂതൻ മുഹമ്മദ് അരുളി ചെയ്തതിനും വചനം സ്ഥിരമായിരിക്കും, ഓരോരോ അനുഗ്രഹത്തിനനുസരിച്ച് ന്യായമ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു ദൈവം അടയാളങ്ങളും അത്ഭുതങ്ങളും വിവിധ വീര്യപ്രവർത്തിയാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധം നൽകിക്കൊണ്ട് സാക്ഷിക്കുന്നതുമായ കേട്ടവർ നമുക്ക് ഉറപ്പ് വന്നുമായി. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ നാം എങ്ങനെ തെറ്റുക? അപ്പൊ തന്നെ ദൂതന്മാർ മുഖാന്തരം അരളിച്ചത് വചനസ്ഥ. ദൂതന്മാർ പണ്ട് പഴയ നിയമകാലത്ത് ഹല്ലേലൂയ ആരെയായിരുന്നു ദൈവം അയക്കുന്നത് വെച്ചാൽ ദൂതന്മാരെ അയച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ നമ്മളെ അന്നുള്ളവരെ അറിയിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പൊ ദൂതന്മാർ പറഞ്ഞത് അനുസരിക്കാതിരുന്നതിന് അനുസരണക്കേട് വലിയ ശിക്ഷ ഉണ്ടായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ദൂതന്മാർ പറഞ്ഞത് ഹല്ലേലൂയ അനുസരിക്കാതെ എന്ന വലിയ ശിക്ഷയുണ്ട്. അപ്പൊ അനുസരണക്കേട്. അപ്പൊ നമുക്ക് അറിയാം ശിംശോന്റെ ലൈഫിനെ കുറിച്ച് നമുക്ക് എടുത്തറിയാം. ശിംശോന്റെ അമ്മയോടും അപ്പനോടും എല്ലാം ദൂതനെ വന്ന് സംസാരിച്ചേക്കുന്നത്, അല്ലെ? അപ്പൊ പറയും മകൻ ജനിച്ചു കഴിയുമ്പോൾ അവൻ എങ്ങനെയായിരിക്കണം, എങ്ങനെ വളർത്തണം, എങ്ങനെയാന്ന് നമ്മുടെ യേശു കർത്താവിന്റെ അമ്മയെ മറിയോടും ദൂതനാ വന്ന് പറഞ്ഞത്, അല്ലെ? അത് പക്ഷേ ശിംശോന്റെ അമ്മയും അപ്പനും വളർത്തിയതിൽ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ടുണ്ട്. അവിടെ അല്ലെങ്കിൽ അന്ന് ശിംശോനെ പറഞ്ഞ രീതി പറഞ്ഞ് മനസ്സിലാക്കത്തിന് ശിംശോൻ ശരിക്കും പറഞ്ഞാൽ തെറ്റിപ്പോയത് ദൈവത്തിന്റെ ആത്മാവിനെ നഷ്ടമാക്കാൻ കാരണമായത് അതിന് ശിക്ഷയുണ്ടായി, ഉണ്ടായില്ലേ? ശിക്ഷയുണ്ടായി. അങ്ങനെ ഓരോരുത്തരും ദൂതൻ പറഞ്ഞത് കേൾക്കാതിരുന്നതിന് ശിക്ഷിക്കപ്പെട്ടു. എങ്കിൽ അന്ന് അതിന് വരെ ദൂതൻ മുഖാന്തരം അരളിച്ചത് വചനം അത് അനുസരിക്കാതെ പറഞ്ഞ് ശിക്ഷിക്കപ്പെട്ടെങ്കിൽ എങ്കിൽ അത് പറഞ്ഞതിന് ശേഷം പറയുന്നത്, എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയും ദൈവം അടയാളങ്ങളും അത്ഭുതങ്ങളും വിവിധ വീര്യപ്രവൃത്തി തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധ നൽകിക്കൊണ്ട് സാക്ഷി കേട്ടോ നമുക്ക് ഉറപ്പിച്ചത് ഇത്ര വലിയ രക്ഷ നമുക്ക് ഗണ്യമാക്കാതെ ഇങ്ങനെ തെറ്റുവഴിയും. അപ്പൊ കർത്താവ് പറഞ്ഞു തുടങ്ങിയത് അത്ഭുതങ്ങളാലും അടയാളങ്ങളും വീര്യപ്രവൃത്തികളാലും ഉറപ്പിച്ചതും എന്നിട്ട് ആ രക്ഷയെ കുറിച്ച് പറഞ്ഞു. ആ രക്ഷ എങ്ങനെയാന്ന് വെച്ചാൽ കർത്താവ് യേശു ക്രിസ്തു പ്രസംഗിച്ചു തുടങ്ങി, പറഞ്ഞു തുടങ്ങി. അപ്പോസ്തലന്മാരാൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളും വീര്യപ്രവൃത്തി പരിശുദ്ധാത്മ നൽകിക്കൊണ്ട് ഉറപ്പിച്ച് തന്ന് നമുക്ക് തന്ന് ആ രക്ഷയെ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ രക്ഷ എന്ന നമ്മൾ രക്ഷയുടെ സന്തോഷം അറിഞ്ഞിട്ടും അതിനെ പുറം കാലുകൊണ്ട് ചവിട്ടിയിട്ട് പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഗണ്യമാക്കാതെ പോയാൽ ഈ വലിയ എന്താ ഉറപ്പിച്ചെന്നതുമായി ഇത്ര വലിയ രക്ഷ നമുക്ക് ഗണ്യമാക്കാതെ എങ്ങനെ തെറ്റി വീഴുന്ന വെച്ചാൽ എങ്ങനെ ശിക്ഷാവിധിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമെന്നാണ് ചോദിക്കുന്നത്. കാരണം ദൂതന്മാർ പറഞ്ഞത് അനുസരിക്കാതിരുന്നതിന് ശിക്ഷിക്കപ്പെട്ടു എങ്കിൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു തുടങ്ങിയിട്ട് അത്ഭുതങ്ങളെ അടയാളം വീര്യപ്രവൃത്തി ഉറപ്പിച്ച് പരിശുദ്ധാത്മ നൽകിക്കൊണ്ട് ഉറപ്പിച്ചു തന്ന ഈ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും എന്നൊരു ചോദ്യം അവിടെ അപ്പോസ്തലൻ ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്ന് ആൾക്കാർ എത്രയോ പേര് രക്ഷയിലേക്ക് വരുന്നു, പോകുന്നു, വരുന്നു, പോകുന്നു, വരുന്നു, പോകുന്നു. ഈസി ആയിട്ട് കടന്നു വരുന്നു, എന്നിട്ട് ഈസി ആയിട്ട് അങ്ങ് കടന്നു പോകുന്നു. പക്ഷേ ഇതിന് എത്ര വലിയ ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്ത് വേണം? ഭയത്തോടെ ആയിരിക്കണം, വിശ്വാസ ജീവിതത്തിലായിരിക്കണം. കർത്താവിൻ്റെ എപ്പോഴും നമുക്ക് പറയേണ്ട ഒരു കാര്യം, കർത്താവെ ഇത് എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും ഇത് വിട്ട് ഒരു പിന്മാറ്റത്തിന്റെ അനുഭവം അല്ലെങ്കിൽ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നു വരാൻ ഇടയാകരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ട് പലരും ഇവിടെ നല്ലതൊക്കെ കിട്ടാതാകുമ്പോൾ അല്ലെങ്കിൽ ഇച്ചിരി വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് പഴയതിനെ വിട്ടുകളഞ്ഞു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചൊരു കൂട്ടരായി ഇസ്രായേലിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്ത് ഇസ്രായേൽ ജനം
ഹാലല്ലേ അവർ പോകുന്ന പോക്കിൽ എപ്പോഴും പറയാ, എന്താ പറയാ, മിസ്രൈമിലാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഇറച്ചിക്കലം ഉണ്ടായിരുന്നു, കാറ്റുള്ളി ഉണ്ടായിരുന്നു, വെള്ളുള്ളി ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. അവിടെ നമുക്കത് നമ്മൾ കണ്ട ഇസ്രായേൽ ജനം മിസ്രൈമിൽ കിടന്ന് അടിയും കൊണ്ട് ഹല്ലേലൂയ അടിമത്തത്തിലായിരുന്നു. പക്ഷെ അവരുടെ യാത്രയിൽ മൊത്തം പറയുന്നത് അല്ല, അവർക്ക് അതുണ്ടായിരുന്നു. ഇവിടെ ഈ വാസനം മോശയുടെ ചോദിക്കുന്നതാണ്, അവിടെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അവർ വിട്ടുപോന്നു. പക്ഷേ അവരുടെ ഹൃദയം എവിടെയാന്ന് വെച്ചാൽ ഹൃദയം അങ്ങ് മിസ്രൈമിൽ തന്നെ കിടക്കുമായിരുന്നു. അതുപോലെ പലപ്പോഴും പലരും വിട്ടുപോകുന്നെന്ന് പറയും, പക്ഷെ ഹൃദയം എവിടെയാന്ന് വെച്ചാൽ പഴയതിൽ കിടക്കുക. അതുകൊണ്ടാ ചില അടിമാരൊക്കെ പറയണം, മാതാവിനെ ഒന്നും വിട്ടുകളയണ്ട, ഹാലേലിയെ പിടിച്ചോണം, കാര്യം സാധിക്കാൻ അതാ നല്ലത്. അല്ലെങ്കിൽ കാര്യം സാധിക്കണമെന്ന് അങ്ങോട്ട് ഓടാൻ തോന്നുന്നതിന്റെ കാര്യം അതാ. ഹാലേലിയ. കാരണം അവർ വിട്ടു പോകുന്നു പറയും, പക്ഷെ ഹൃദയം അവിടെ കിടക്കുന്ന അവിടെ തന്നെ കിടക്കുമായിരുന്നു. നമ്മൾ അങ്ങനെ ആകരുത്. ഒരിക്കൽ നമ്മൾ വിട്ട് കളഞ്ഞു പോന്നാൽ ഹാലേലിയ, അത് വിട്ട് കളഞ്ഞത് തന്നെയാണ് ആമീൻ, സ്തോത്രം. അത് നമുക്ക് വേണ്ട എന്ന് തന്നെ ഹാലേലിയ ആയിരിക്കണം നമ്മൾ. ഇവിടെ അപ്പൊ നമുക്ക് ഒരു നമുക്ക് തന്നിരിക്കുന്ന രക്ഷ, നമ്മളിപ്പോ പുറംകാലം കൊണ്ട് ചവിട്ടുകാലം നമ്മൾ ഗണ്യമാക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ മറ്റുള്ള രക്ഷയിലേക്ക് നടത്തുന്നത്? പക്ഷെ എന്നെ വിശ്വാസത്തിൽ വരാൻ കാരണം, എന്നെ ആദ്യമായിട്ടൊരു ചർച്ചിലേക്ക് ഞാൻ വിളിച്ചുകൊണ്ട് പോയത് എൻ്റെ എറണാകുളത്തുള്ള സുഹൃത്തുണ്ട്, നമ്മുടെ മനോജ് എന്ന് പറഞ്ഞിട്ട്. മനോജ് എന്നെ കൊണ്ടുപോയത് അല്ലേ. അപ്പം അത് ഞാൻ ചെന്നപ്പോൾ ഞാൻ ചെന്ന ശേഷം പലരും വിശ്വാസത്തിലേക്ക് വന്നു. അപ്പം ഞങ്ങളുടെ പാസ് പറയുന്നത്, അറിഞ്ഞോ അറിയാതെയോ മനോജ് നല്ല കാര്യം ചെയ്ത് സിസ്റ്റർ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു ഹലരെ. ഇതിന്റെ ഇപ്പോൾ പ്രതിഫലം ഉണ്ട് കേട്ടോ. പക്ഷെ മനോജ് എന്നും കത്തോലിക്ക സഭയില്ല, ഇപ്പൊ കത്തോലിക്ക സഭയിലെ കത്തോലിക്ക സഭയിലെ എന്നുണ്ടെങ്കിൽ ഇപ്പൊ നാട്ടിലായതുകൊണ്ട് കുടുംബക്കാരും വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ കത്തോലിക്ക സഭയിലെ എന്തൊക്കെയോ അലരിയാന്ന് ഖജാഞ്ചിയോ മറ്റേതോ മറിച്ച് ഏതുണ്ടൊക്കെ ഞാൻ അവനെ കാണുമ്പോഴെല്ലാം പറയും, നിനക്കൊരു അടി കിട്ടും അലേലിയ, മടങ്ങി വന്നോണമെന്ന് പറയാം. അപ്പൊ എന്താ പറയാ, അവര് മടങ്ങിപ്പോയി. പക്ഷെ മടങ്ങിപ്പോയപ്പോഴും അലയോ നമ്മള് രക്ഷയിലേക്ക്, ഞാൻ എപ്പോഴും പറയും, കർത്താവ് നമ്മളെ കണ്ടതായതുകൊണ്ട്, കർത്താവിന് നമ്മളോടുള്ള സ്നേഹം കാരണം എന്താ പറയാ, ജസ്റ്റ് ഒരു എനിക്ക് പാസ്റ്റ് എന്താന്നോ അല്ലെങ്കിൽ ഇത് എന്തായാലും കത്തോലിക്ക സഭ അല്ല ബന്ധകോസ്തല സഭ എന്താന്ന് അറിയാപ്പോ ഇതിനൊരു പാസ്റ്റ് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് എന്നാ ഞാൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെയൊക്കെ നമ്മൾ കേട്ടിട്ട് കളഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പറയാം, ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കൂടെ വിശ്വാസത പലരും പിന്മാറിപ്പോയി. എൻ്റെ കൂടെ വിശ്വാസം പലരും പിന്മാറിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരൊക്കെ വന്നപ്പോൾ കേൾക്കുന്ന ഹാലല്ലേ, അവരൊക്കെ വന്നതെന്ന് വെച്ചാൽ ഇവിടെ എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ കിട്ടുമെന്ന് ഓർത്താ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, കിട്ടുന്നതൊന്നും അത്ര ഈസി അല്ല, അത്ര പെട്ടെന്നൊന്നും കിട്ടത്തില്ല. എന്ന് മനസ്സിലായപ്പോൾ പറഞ്ഞ് പഴയതാ നല്ലതെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പഴയതിലേക്ക് തന്നെ മടങ്ങിപ്പോയ ആൾക്കാരാണ് കാരണം എന്ന് വെച്ചാൽ അവിടെയൊക്കെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരുടെ ഹൃദയം ഇവിടെ ഉറച്ചില്ല. ഹൃദയം എവിടെയാന്ന് വെച്ചാൽ പഴയത് വിട്ടു പോകുന്നില്ല അല്ലെങ്കിൽ ഒരു അങ്ങോട്ട് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ പഴയതിലേക്ക് തിരിഞ്ഞു നോക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ് അവർക്കത് സംഭവിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എബ്രായലിന് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട് ഇവിടെ എന്താ പറയാ, ഹാലേലിയ. അപ്പൊ യേശു കർത്താവിനെ കുറിച്ച് യേശു കർത്താവ് ഹാലേലുയ അവിടെ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറയുന്ന അനിയത്ത് വാക്യങ്ങളിൽ നമുക്ക് സർവസിസ്റ്റെ അതിന്റെ ഒന്നുകൂടെ ഇങ്ങനെ വായിച്ചു. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ അരുളി ചെയ്തത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും അതുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നീ എന്റെ പുത്രൻ, ഞാനിന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ
ദൈവേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ, ദൈവേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തി ആകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോവും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്നും പറയുന്നു. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളവും നീ എന്റെ വലത്ത് ഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? ആമേ. ഇവിടെ ദൂതന്മാരെ കുറിച്ചും പറയുന്നുണ്ട്. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചക മുഖാന്തരം പിതാക്കന്മാർ അരളിച്ചത് ഈ അന്ത്യകാലത്തെ പുത്രൻ നമ്മുടെ അരളി ചെയ്തിരിക്കുന്നു. എന്താ? ഫ്രം ജെനിസിസ് ടു മലാക്കി വരെ ഭാഗമായിട്ട് പ്രവാചകൻ മുഖാന്തരമൊക്കെ അരളി ചെയ്തിരിക്കുന്നത്. ആരെ കുറിച്ച് അവിടെയൊക്കെ പറഞ്ഞേക്കുന്ന വെച്ചാൽ യഥാർത്ഥത്തിൽ എല്ലായിടത്തും പറഞ്ഞേക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. 1-ാം അധ്യായത്തിൽ തന്നെ നമുക്കറിയാം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞേക്കുന്ന ഒരു പ്രോമിസ് അവിടെ വന്ന് അത് ആരെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രോമിസ് അവിടെ തുടങ്ങി പിന്നെ ഇങ്ങോട്ട് എല്ലാ പ്രവാചകന്മാരും മുഖാന്തരം ഒക്കെ ആയിട്ടും അവിടെ എല്ലാം കുറച്ച് ഇതൊക്കെ ആണെങ്കിലും ഭാഗം എല്ലാവരും ചെയ്ത് പുത്രൻ നമ്മോട് അത് ആ അന്ത്യകാലത്ത് എന്നിട്ട് അന്ത്യകാലമായപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ആ വാഗ്ദത്ത പ്രകാരം അല്ലെങ്കിൽ അരുളിപ്പാടുകൾ പ്രകാരം വന്നു. കർത്താവ് യേശുക്രിസ്തു നമ്മളോട് അരുളി ചെയ്തത് അതേക്കുറിച്ച് പറയുന്ന ഭാഗം. താൻ സകലത്തിന് അവകാശി. എന്നിട്ട് അവനെ താൻ സകലത്തിന് ആരാ? കർത്താവ് യേശുക്രിസ്തുവിനെയാണ് സകലത്തിന് അവകാശിയാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അപ്പൊ നമുക്കറിയാം കർത്താവ് യേശുക്രിസ്തു, അതും യോഹന്നാൻ പറഞ്ഞു അല്ലേ? ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. ആ വചനം ആണ് നമ്മുടെ ഇടയിലേക്ക് വന്നതെന്നും ആ വചനത്താലാണ് സകലത്തെ സൃഷ്ടിച്ചതെന്നും നമുക്കറിയാം അല്ലേ? ദൈവം എങ്ങനെയാ ഈ കാണുന്നതിനെല്ലാം സൃഷ്ടിച്ച? വചനത്താലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വചനം യേശു കർത്താൻ. അപ്പൊ അതാ അവൻ മുഖാന്തരം സകലതും ഉളവായി എന്ന് ഇവിടെ എഴുതിയിരിക്കുന്ന. ഹല്ലേലൂയ. എന്നിട്ട് സകലത്തിന് അവകാശിയാക്കി വെച്ചിരിക്കുന്ന ഉളവാക്കി ഉണ്ടാക്കിയ ആൾ തന്നെയല്ലേ അവകാശി എന്ന് പറയും. എന്നിട്ട് അവൻ തന്റെ തേജസ്സിന്റെ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുടെ വചനത്തിൽ വഹിക്കുന്നതിനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഉയരത്തെ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും ഇവിടെ പറയുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെ തേജസ്സിന്റെ, അവന്റെ തേജസ്സിന്റെ. അപ്പൊ ദൈവം എന്ന് പറയുന്നതിന്റെ തേജസ്സിന്റെ മുദ്രയാകുന്ന കർത്താവ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. തന്റെ ശക്തി മുദ്ര സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവന്. അപ്പൊ ഈ കാണുന്ന സകലത്തെ അതിന് കീഴ്പ്പെടാത്ത ഒന്നുമില്ല. ആ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും തന്റെ അതുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശൂരത്തിൽ മഹിമയുടെ വലത് ഭാഗത്തിരിക്കുന്നു. പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് എവിടേക്ക് വന്നു പറയാം? ഭൂമിയിലേക്ക് വന്നു. ഇത് എബ്രായർക്ക് എഴുതുന്ന ലേഖനമാണ്. ഹല്ലേലൂയ. ഇത് പൗലോസ് അപ്പോസ്തലനാണ് എഴുതിയെന്ന് ഒരു കൂട്ടം പറയാം, പൗലോസ് അപ്പോസ്തലൻ അല്ല എന്ന് പറയും. പക്ഷെ എന്താണെങ്കിൽ ഇത് അവരുടെ ഉദ്ദേശം മാത്രം എഴുതിയേക്കുന്നതാണെന്നാണ് കാരണം വെച്ചാൽ അവരോട് കർത്താവ് യേശുക്രിസ്തു ആരാണെന്ന് ഓരോ അധ്യായത്തിലും യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ 1-ാം അധ്യായത്തിൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞ് അവരോട് പറയുമ്പോ അപ്പൊ അന്ന് അവർ ദൂതന്മാരെയൊക്കെ വിശ്വസിച്ചിരുന്നു. ദൂതന്മാരുടെ അരുളപ്പാടുകളും അതൊക്കെ ഭയങ്കര ശ്രേഷ്ഠമായിട്ട്, പക്ഷെ അതിനേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞ് യേശുവിനെ പരിചയപ്പെടുത്തുന്നതാണ് അവർക്ക്. അപ്പൊ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എല്ലാത്തിനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. എല്ലാവരെക്കാട്ടി വലിയവനാണെന്നാണ് നമുക്ക് പറയാം. അപ്പൊ എല്ലാത്തിനേക്കാട്ടി കാരണം കർത്താവ് യേശുക്രിസ്തു തന്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്ന ആ വചനത്താൽ സകലത്തെയുള്ളൂ. അപ്പൊ എല്ലാത്തിനേക്കാട്ടി ശ്രേഷ്ഠനായ യേശു കർത്താവിനെ പരിചയപ്പെടുത്തുക. അന്ന് അവരാരും യേശുവിനെ അംഗീകരിച്ചിട്ടില്ലാത്ത കാലത്താണ് അവർക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിത് വായിക്കുമ്പോഴെല്ലാം നമ്മുടെ കർത്താവ് ആരാണെന്നുള്ള തിരിച്ചറിവ് കൂടുതൽ നമുക്ക്. ഞാൻ പറയാം, നമ്മൾ ദൈവത്തെ അറിഞ്ഞ് ദൈവം ആരാണെന്ന് അറിഞ്ഞു വേണം നമ്മൾ ദൈവത്തെ സേവിക്കാനായിട്ട്. നമ്മുടെ ദൈവം ആരാന്ന് തിരിച്ചറിവ് വേണം. കാരണം നമ്മുടെ ദൈവത്തിന് കഴിയാത്തത്, അസാധ്യമായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം സകലത അവൻ മുഖാന്തരം ഉളവായതായി കാണുന്നു മൊത്തം.
ദൈവത്തെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അവന്റെ ശക്തിയുള്ള വചനത്താലാണ് സകലത്തെ വഹിക്കുന്നത്. അപ്പൊ ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിങ്ങളുടെ കാര്യങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ. ഇന്നലെ ഹല്ലേലൂയ ഇവിടെ അങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ അനിയത്തി ഇതുകൊണ്ട് പറയുന്നത്, അവൾ വന്നിട്ട് പോയിട്ട് 4 മാസമായുള്ളൂ. അപ്പൊ വന്നിട്ട് മാർച്ച് വന്നിട്ട്, അല്ല ഫെബ്രുവരി വന്നിട്ട് മാർച്ചിൽ അങ്ങോട്ട് പോയതേ ഉള്ളൂ. മാർച്ച് 22 പോയതേ ഉള്ളൂ. ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ 4 മാസമേ ആയിട്ടുള്ളൂ. അല്ല വീണ്ടും ഒരിക്കൽ കൂടി വന്നു ഹല്ലേലൂയ ആമീൻ. അപ്പം ഇത്രയും ഹല്ലേലൂയ നമ്മൾ പറയും സമ്പന്നന്മാരുടെ മക്കൾക്ക് ചിലപ്പം ഹല്ലേലൂയ, അല്ലെങ്കിൽ എല്ലാം ഉള്ളവരുടെ മക്കൾക്ക് ചിലപ്പം ഇതുപോലെ നാട്ടിലേക്ക് പെട്ടെന്ന് വരാനും പോകാനും സാധിക്കത്തില്ലായിരിക്കും, അല്ലേ? ഇപ്പൊ ജോലിക്കാരെ ഹസ്ബൻഡും വൈഫും ജോലിക്കാരാണ്, അല്ലെങ്കിൽ നല്ല ഒരു സേവിങ്സ് ഒക്കെ ഉള്ളവർക്ക് പോലും പെട്ടെന്ന് ചിലപ്പോൾ ഇത് 4 മാസം കൂടുമ്പോൾ ലണ്ടനിൽ നിന്ന് അവിടെ നിന്ന് ഉപയോഗിക്കുന്ന കൊണ്ടുവരാനും വരാനും പറ്റും. പക്ഷേ ഒന്നുമില്ലാതെ ജോലിയില്ല കൂലിയില്ല അല്ലെങ്കിൽ ഇരിക്കുന്ന, ഞാൻ ചിലപ്പോഴൊക്കെ ഭയങ്കര അതിശയം തോന്നുന്നത്, ജോലിയുമില്ല കൂലിയില്ലാതിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് ആവശ്യം വരുമ്പോൾ കർത്താവ് ഇങ്ങനെ സെക്കൻഡ് കൊണ്ടാണ് കാര്യം സാധിപ്പിച്ചത്. ഹാലലിയ ആമീൻ. എങ്ങനെ അത് സംഭവിക്കുന്നു നമുക്കറിയത്തില്ല. അതുപോലെ ദൈവം ഓരോ കാര്യം, എന്താ കാര്യം ഉണ്ടെങ്കിൽ അതൊരു ജെന്യുവൻ റീസൺ ആണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വാശി പിടിക്കുന്നത് അത് ജെന്യുവൻ ആണെന്ന് തോന്നിക്കുന്നത് ആ മൊമെന്റ് ദൈവം അത് സാധിപ്പിച്ചു തരും. അപ്പം അവിടെ കർത്താവ് യേശു ക്രിസ്തു. അപ്പൊ നമ്മുടെ കർത്താവിനെ കുറിച്ച് ഞാൻ പറയാം, നമ്മുടെ കർത്താവിനെ കുറിച്ച് ആരും ലിമിറ്റ് ചെയ്ത് ചിന്തിക്കരുത്. നമ്മുടെ കർത്താവിന് ഹല്ലേലൂയ എങ്ങനെയും എന്തും തന്നെ സ്നേഹിക്കുന്നവർക്ക് ആമീൻ വേണ്ടി കർത്താവ് എങ്ങനെയും പ്രവർത്തിക്കും. എനിക്ക് ഭയങ്കര അനുഭവം. ഞാൻ പറഞ്ഞ കർത്താവ് പിശാചിനോട് വേണം പറയും കൊണ്ടുകൊടുക്കാൻ. നമ്മുടെ ഒരു പാസ്റ്റ് ആരെന്ന് ഓർക്കുന്നില്ല, സുനിൽ സുനിൽ വാഗത്താനം പുള്ളി പറഞ്ഞ് അവർക്ക് സുവിശേഷ യോഗത്തിന് പോകാൻ വേണ്ടിയിട്ട്, ഈ പരസ്യ യോഗങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് മാരുതി വാൻ വേണമായിരുന്നു. മാരുതി വാനാ വലിയ അങ്ങനെ കൊണ്ടുപോകാൻ. അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി പുള്ളി കണ്ടു വെച്ചിട്ട് 55,000 പുള്ളിയുടെ കയ്യിൽ ക്യാഷ് ഇല്ല. പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് പ്രാർത്ഥിച്ച് ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്തുള്ളൊരു പണക്കാരൻ്റെ, ഭയങ്കര അവരുടെ അടുത്തുള്ള പണക്കാരൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ പ്രാർത്ഥിക്കാൻ വിളിക്കാൻ. എന്താ കാര്യം എന്ന് വെച്ചാൽ അയാളുടെ മോളുടെ ദേഹത്ത് ഭൂതം കയറി. ഫാസ്റ്റ് പോയി പ്രാർത്ഥിച്ച് ഭൂതത്തിന്റെ വഴിക്ക് പോയി. പെട്ടെന്ന് പുള്ളി 50,000 രൂപയുടെ ചെക്ക് എഴുതി കൈ കൊടുത്തു. ഹല്ലേലൂയ. ആരെ കൊണ്ട് ദൈവം വഴിയൊരുക്കി? പിശാചിനെ കൊണ്ട്. പിശാചെന്ന് പറഞ്ഞ് കേരള. അപ്പൊ പൈസ ഇരിക്കുന്നവരുടെ കൈ നിലക്കണമെങ്കിൽ കർത്താവിന്. അപ്പൊ കർത്താവ് വഴിയൊരുക്കുന്ന കാര്യങ്ങൾ ഓർത്താൽ നമുക്ക് ചില സമയത്തൊക്കെ ഭയങ്കര അത്ഭുതം തോന്നും. ഹല്ലേലൂയ നമുക്ക് അതിശയം തോന്നും. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് എപ്പോഴാണ് പൈസ വേണ്ടത് ആ സമയമാകുമ്പോൾ ചിലർ നമ്മൾ വിളിച്ചൊരു ആൻറ്റി ഒരു പേയ്മെന്റ് കിട്ടുന്നുണ്ട്, ആൻറ്റിക്കാണ് ടൈത്ത് അയക്കാൻ പോകുന്നത്, അല്ലല്ലേ? കാരണം അപ്പോൾ അവിടെ ആ പേയ്മെന്റ് കുറെ കാലങ്ങളായി നടന്ന പേയ്മെന്റ് ഒരിക്കലും ഉണ്ട്. അല്ല നമ്മുടെ ഒരു കൊച്ചു പേയ്മെന്റ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് പറഞ്ഞു അവിടെ പേയ്മെന്റ് ഭയങ്കര പാടായി കിട്ടാന്ന് പറഞ്ഞിട്ട് ആ ഒരു ആള് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇന്ന് എത്ര പേയ്മെന്റ് വേണം എന്ന് അവിടെ ചിലവർ ഇങ്ങോട്ട് ചോദിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞ് അവർ തന്ന ഇത്രേ തരത്തോളൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞു ഇന്ന് അങ്ങനെയല്ല, അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും എത്ര പേയ്മെന്റ് വേണമെന്ന് ചോദിക്കും, ഇങ്ങോട്ട് ചോദിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ അവിടെ ചെന്നപ്പം എത്ര പേയ്മെന്റ് വേണമെന്ന് ചോദിച്ചിട്ട് അവർ പേയ്മെന്റ് റിലീസ് ചെയ്തു. അന്ന് ഞാൻ ദുബായില. അപ്പൊ അതിന്റെ കെട്ടി കഴിയുമ്പോൾ സന്തോഷം എനിക്ക് 15,000 ദിറംസ് അയച്ചു. ആലോചിച്ച് അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാടക കൊടുക്കാൻ കാശില്ല, ഞാൻ ബുദ്ധിമുട്ടിരിക്കാൻ ദൈവത്തിന് അറിയാതെ. അപ്പോൾ അതുകൊണ്ട് പേയ്മെന്റ് റിലീസ് ചെയ്ത് കൊടുത്ത് കാശ്. അപ്പൊ ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അപ്പൊ കർത്താവിന് വല്ലതാ സാർ. കർത്താവിനെ കുറിച്ച് നമ്മൾ സകലത്തെയും എന്താ പറയാ സകലവും കൂടെ അവന്റെ തേജസ്സിന്റെ തത്വത്തിന് മുതൽ സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശൂര്യത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായി ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പം വിശിഷ്ട നാമത്തിന് ഒത്തവണ്ണം. ഹല്ലേലൂയ. കർത്താവേ ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും ഒരു വിശിഷ്ടമായ ദൈവം ഒരു നാമം അല്ലെങ്കിൽ ഒരു അധികാരം നൽകിയിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ മക്കളെന്ന് ഹല്ലേലൂയ ഒരവകാശത്തെ ഈ നാമത്തിന് ഒത്തവണ്ണമാണോ നമ്മൾ?
ഇവിടെ പറഞ്ഞ ആ വിശിഷ്ട നാമത്തിന് ഒത്തവണ്ണം ഹല്ലേലൂയ എന്നിവിടെ എഴുതിക്കാർ വാക്ക് ദൈവദൂതൻ വിശിഷ്ടമായ നാമത്തിന് അവകാശം ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്യുന്നു. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സഹോദരങ്ങൾ ഹല്ലേലൂയ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ബന്ധുക്കളൊക്കെ നിൽക്കുമ്പോൾ നമ്മളൊരു തിരിച്ചറിവ് വേണം, നമ്മൾ അവരെക്കാൾ ശ്രേഷ്ഠരാണ്. ഈ ലോകപരമായിട്ട് നോക്കുമ്പോൾ അവരെക്കാട്ടിയൊക്കെ താഴെയാണെങ്കിലും അവരെക്കാൾ നമ്മൾ ശ്രേഷ്ഠത. എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കൊരു വിശിഷ്ട നാമം തന്നത്. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്, കാൺമിന്ന ദൈവമക്കൾ എന്ന് വിളിക്കാൻ അവൻ എത്ര വലിയ അധികാരം, അങ്ങനെ തന്നെ ആകുന്നു. നമുക്ക് ദൈവമക്കൾ ആകുവാൻ അവൻ അധികം അങ്ങനെ തന്നെ, അതിന് ഒരു എന്ന് വെച്ചാൽ എടുത്തൊന്നുകൂടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ ആകുന്നു നാം. കാരണം വെച്ചാൽ അത് അങ്ങനെ തന്നെയാണ്. ദൈവമക്കൾ എന്നുള്ള സ്ഥാനത്തിന് ഒരു മാറ്റമില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് നമ്മൾ മക്കളാണ് ആമേ അധികാരം നൽകിയിരിക്കുന്നു. അപ്പൊ ആ നാമത്തിന് ഒത്തവണ്ണമായിരിക്കണം നമ്മൾ നിൽക്കണം. നമ്മുടെ ജീവിതത്തെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അയ്യോ അയ്യോ വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടരുത്. കാരണം വെച്ചാൽ നമ്മൾ ആരാണെന്ന് ഒരു ബോധ്യം വേണം. ഇന്ന് പലർക്കും പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ചെറിയ വിഷയം വരുമ്പോഴേ അവര് പല ആമേ പല മാർഗങ്ങളെ കുറിച്ച് അന്വേഷിക്കാം. കാരണം വെച്ചാൽ ഈ പല മാർഗങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെങ്കിൽ അത് ആ തക്ക പെർഫെക്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. നമ്മൾ പല ഉപായങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം ലോകപരമായ ആൾക്കാർ ആവശ്യം വന്നവർ ലോൺ എടുക്കുന്നതിനെ കുറിച്ചും കടം വാങ്ങുന്നതിനെ കുറിച്ചും പലിശയ്ക്ക് വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കും, ഇല്ലേ? എൻ്റെ കൂടെ ഒരു കത്തോലിക്ക സുഹൃത്തുണ്ട്. എന്തെങ്കിലും ആവശ്യം ഓടി പലിശയ്ക്ക് വന്നത്. ഞാൻ പറയും, എന്തിനു പലിശയ്ക്ക് വാങ്ങുന്നത്? ഞാൻ പറയും, എന്തിനു പലിശയ്ക്ക്? ഞാൻ പറഞ്ഞേ, എന്തിനാ ഒരാവശ്യം എന്നാൽ കാണുന്നവരോടെല്ലാം വിളിച്ചു ചോദിക്കും, കാശ് തരുമോ, കാശ് തരുമോ, കാശ് തരുമോ. ഞാൻ പറയും, എന്തിനായി ചോദിക്കുന്നത് ഇങ്ങനെ? ഞാൻ ചോദിക്കുന്നത്, ദൈവം ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു ആവശ്യമുണ്ട്, നമ്മളെക്കാൾ മുന്നമേ അറിയുന്നൊരു ദൈവമുണ്ട്. നമുക്ക് ഇന്ന സമയത്ത് ഇന്നൊരാവശ്യമുണ്ട്, നമുക്ക് ആവശ്യം വേണ്ടി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുന്നത്. പക്ഷെ ദൈവത്തിന് പണ്ടൊരിക്കൽ വേണുദാസ് പാസ് പറഞ്ഞ പോലെ, ഒരു കുഞ്ഞ് ജനിക്കുമ്പം അതിപ്പോൾ ജനിച്ച് പഠിച്ച് ഓരോ ക്ലാസ്സും കഴിഞ്ഞ് ഒരു MBBS ഒക്കെ എടുത്തു കഴിയുമ്പോൾ അവൾ ഡോക്ടർ എന്ന് നമ്മൾ പറയും. പക്ഷേ കർത്താവ് അവൾ ജനിക്കുന്നതിന് മുമ്പ് അവളെ ഡോക്ടറായിട്ടായിരിക്കും കണ്ടേക്കുന്നത്, എഞ്ചിനീയറായിട്ടായിരിക്കും കണ്ടേക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന പൊസിഷനെ കാരണം കർത്താവിനറിയാം ആരംഭം മുതൽ അവസാനം വരെ ഉള്ളത്. ഇത് ദൈവത്തിന് അറിയാമെങ്കിൽ ദൈവം അതിന് കരുതിയിട്ടുണ്ട്. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നതിനെക്കാട്ടും മുമ്പേ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദൈവമക്കൾ എന്ന നാമത്തിന് ഒത്തവണ്ണമായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. സാധാരണ ആൾക്കാരെ പോലെ ഒന്നും ആകി തീരാതെ ആ നാമത്തിന്റെ മഹിമ ഇവിടെ പറഞ്ഞ യേശുക്കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത്, ആ നാമത്തിന് ഒത്തവണ്ണം ഇഷ്ടനാമത്തെ അവകാശം ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അപ്പൊ നമുക്കും ആ ഒരു കടപ്പാട് നമുക്കും ഉണ്ട്. എന്താന്ന് വെച്ചാൽ ദൈവത്തിന്റെ മക്കളാണ്. ആ നാമത്തിൽ ഒത്തവണ്ണം നമ്മൾ ജീവിക്കണം. ജാതികളെ പോലെ ആകരുത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയുന്ന നിങ്ങള് വെള്ളം കൊടുത്ത് ഇങ്ങനെയൊക്കെ പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ വിശ്വാസത്തിലൊക്കെ നമ്മൾ അതിന് ഒത്തവണ്ണമായിരിക്കണം ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. എന്നിട്ട് അവരെയൊക്കെ നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിക്കുകയെന്നും ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനും ആയിരിക്കുമെന്നും ദൂതന്മാർ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുക, ദൂതന്മാരിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ എൻ്റെ പുത്രനാന്ന് പോലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഇവൻ എൻ്റെ പ്രിയപുത്രൻ എത്ര ആവശ്യം പറഞ്ഞു വെച്ചാൽ അവിടെ സ്നാനപ്പെട്ട് കഴിയുമ്പോഴും പറഞ്ഞു, മലയിൽ കയറി നിൽക്കുമ്പോൾ ഈ സമയത്തൊക്കെ പറയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് കർത്താവ് ദൈവം സാക്ഷാ ദൈവം അരുളി ചെയ്തിട്ട്. അത് ദൂതന്മാരെ ആരെങ്കിലും പറഞ്ഞായിരുന്നോ? ഗബ്രിയേലേ നീ എൻ്റെ പ്രിയപുത്രനാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് ദൂതനാണ്. ഇത് പ്രിയപുത്രനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയാൻ ആദ്യകാലം പിന്നെയും ഭൂതലത്തിലെ പ്രവേശിക്കുക, ദൈവത്തിന്റെ സകല ദൂതന്മാരെ നമസ്കരിക്കണമെന്നും താരലിച്ചത്. അപ്പൊ ഇനി പുത്രൻ ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെ വരുന്നെന്ന് പറഞ്ഞിരിക്കുന്നേ? എങ്ങനെ കർത്താവ് രണ്ടാമത് വരുന്നേ? കർത്താവ് ഗംഭീരനാദത്തോട് അത് ആകാശത്തിൽ വരുന്നത്. ഇത് ഭൂതലത്തിൽ വരുന്നതാണ്. ഒരുമല വരുന്നതിനെ കുറിച്ചും ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ സകലതയെ നമസ്കരിക്കണം താൻ അരുളി ചെയ്യുന്നു. അപ്പം കർത്താവ് യേശുക്രിസ്തു ഇനി വരുമ്പോഴത്തേന്
ആദ്യമൊന്നും നിങ്ങൾക്ക് കണ്ടപ്പോൾ വലിയ മനസ്സിലായതൊന്നും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ഇനി വരുമ്പോഴത്തേന് ഈ സകല ദൂതന്മാർ, എന്നിട്ട് അടുത്ത പറയുന്ന വെച്ചാൽ അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിനാലെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിനാലെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. അപ്പോൾ ആ ദൂതന്മാരുടെ അധികാരി ആരെന്ന് വെച്ചാൽ കർത്താവ് യേശു ക്രിസ്തു എന്നാണ് പറയാം. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ താഴോട്ട് പറഞ്ഞ് നമ്മൾ വായിച്ചതൊക്കെ ഹല്ലേലൂയ. അപ്പൊ കർത്താവിനെ കുറിച്ച് പറഞ്ഞ അടുത്ത് പറയുന്ന ദൈവമേ നിന്റെ സമൂഹം എന്നും എന്നേക്കുള്ള നിന്റെ രാജ്യം ചെങ്കോളത്തിൽ നേരിലുള്ള ചെങ്കോൽ നീ നീതി ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കുക. ദൈവമേ നീ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാർ പറഞ്ഞ ജ്ഞാനത്തെ ഇലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനും ഹല്ലേലൂയ സർവശക്തനായ ദൈവം എന്ന് പറയാം. ദൈവവും യേശു എല്ലാം ഒന്നാണെങ്കിലും യേശു ആകുന്ന ഹല്ലേലൂയ ആ ഹല്ലേലൂയ കർത്താവ് യേശു ക്രിസ്തുവിന് ദൈവം കൊടുത്തിരിക്കുന്ന ശ്രേഷ്ഠതയാണ്. ഹല്ലേലൂയ അല്ലെങ്കിൽ അവകാശമാണ്. ഇതിനെക്കുറിച്ച് പറയാം. അപ്പൊ യേശു ആരാണെന്ന് യഥാർത്ഥമായിട്ട് അറിയാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമാണിത്. താഴോട്ടൊക്കെ വായിച്ച് നമുക്കറിയുന്ന വായിച്ചതെല്ലാം അന്യ സംവത്സരം അവസാനിക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദം നീ എന്റെ വലതു ഭാഗത്തിരിക്കുന്ന ദൂതന്മാർ ആരോടെങ്കിലും അന്ന് ശേഷി കർത്താവിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും. അപ്പൊ ഇതെല്ലാമാണ് ഇവിടെ പറയുന്നത്. ഇത് പല വാക്യങ്ങളും നമുക്ക് അറിയാം. വാക്യങ്ങൾ മിക്കുന്നതെല്ലാം പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്തേക്കുന്നത്. പഴയ നിയമത്തിന് ഹല്ലേലൂയ ഓരോ സ്ഥലത്ത് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ എല്ലാം പറഞ്ഞു തുടങ്ങിയത് എന്ന് വെച്ചാൽ നമ്മൾ അതുകൊണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഈ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ കൂട്ടി പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കേട്ടത് ശ്രദ്ധയോടെ ഒഴുകി പോകരുത്, ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം പറഞ്ഞ കർത്താവ് നമുക്ക് നമ്മൾ അതുകൊണ്ട് എന്താ പറയാ ഇവിടെ ഞാൻ പറഞ്ഞു നിർത്താൻ പോകാൻ കാരണം ഇത് താഴോട്ടൊന്നും പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന രക്ഷ, ഈ രക്ഷ ഹല്ലേലൂയ ഇതിനെ നമ്മൾ ഗണ്യമാക്കാതെ പോകരുതെന്ന് പറഞ്ഞു. ഇതിനെ നമ്മൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചു കൊള്ളണം. ഇത് ഇഷ്ടമുള്ളപ്പോൾ നമ്മൾ ഒരു ബൈബിൾ പല ഞാൻ പറഞ്ഞിട്ട് ഒരിക്കലും ഒരു ദൈവദാസിന് വേണ്ടി പ്രാർത്ഥിച്ചത്, ദൈവദാസിനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ട അതിങ്ങനെ ഒരു സാഹിത്യ വേറെ സിസ്റ്റർ കൂടെ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നത്. അവരുടെ ഒരു ശുശ്രൂഷ നടത്തുന്ന ഹോളില്ല, അവരുടെ വീടും ഹോളും കൂടെ ഒരുമിച്ച, ഇവിടെ എല്ലാം മുമ്മൽക്കോ ഇല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കണ്ടൊരു വെളിപ്പാട് എന്ന് വെച്ച് കഴിഞ്ഞാല് വിറക് കൂട്ടിയിട്ട് കത്തി വരുമ്പോൾ അതിനകത്ത് വെള്ളം ബക്കറ്റിനകത്ത് വെള്ളം മുക്കിക്കൊണ്ടുവന്ന് ഒഴിക്കുന്നു, വീണ്ടും കത്തിക്കുന്നു, വീണ്ടും വെള്ളം എടുത്ത് ഒഴിക്കുന്നു. വീണ്ടും പാടുപെട്ട് കത്തിക്കുന്നു, വെള്ളം എടുത്ത് ഇത് 2-3 പ്രാവശ്യം കണ്ട്. അപ്പം ഞാൻ അവര് പ്രാർത്ഥിക്കുക അവരുടെ ഹോളിൽ തന്നെ ഇരിക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു അവരോട്, ഇത് ദൈവം പറഞ്ഞിട്ട് തുടങ്ങിയതാണോ ഈ പ്രാർത്ഥന? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അല്ല, ഇതൊരു മത്സരത്തിന്റെ ഭാഗത്ത് തുടങ്ങും. അപ്പൊ ശരിയാണ്, ഏതോ ഒരു പാസ്റ്റർ അവിടെ നിന്ന് ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ പാസ്റ്ററോട് മത്സരിച്ചിട്ട് ഇവരിവിടെ ആരാധനയാക്കി പാസ്റ്റർ അവിടെ ഇറക്കി വിട്ട്. ഇത് മത്സരിച്ച് തുടങ്ങിയതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ ഇത് ആദ്യമായിട്ട് തുടങ്ങിയതാണെന്ന് വെച്ചാൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞല്ല നേരത്തെ ചെയ്യുന്നത്. ഞാൻ എത്ര പ്രാവശ്യം ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ അവരിങ്ങനെ തപ്പിക്കാൻ ചുമ്മാ ഇരുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 3 പ്രാവശ്യം നിങ്ങൾ നടത്തിയിട്ട് താഴെ വെച്ചത് 4ാമത്തെ പ്രാവശ്യം. കാരണം ദൈവം എന്നെ കാണിച്ചത്. അപ്പൊ ചോദിച്ചപ്പോൾ ശരിയാ, അവർക്ക് ആദ്യം ഷാദി വെച്ചിട്ട് എല്ലാവരും ആരാധന നടത്തിക്കൊണ്ട് ഭാര്യയ്ക്ക് പ്രസവമായപ്പോൾ വീട്ടിൽ നിന്ന് മാതാപിതാക്കന്മാർ ആരണ്ടാക്ക് വന്നപ്പോൾ നിൽക്കാൻ താമസിക്കുന്ന സ്ഥലത്ത് അവരെ പ്രയർ അങ്ങ് നിർത്തിയ ഹോളിലേക്ക് അവരെ താമസിപ്പിച്ചു. രണ്ടാമത് ഇങ്ങനെ. അപ്പൊ ഞാൻ പറയും ഇത് ഞാൻ എന്നിട്ട് എൻ്റെ കയ്യിലിങ്ങനെ ഞാൻ പറയും ഇത് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുക്കാനും ഇഷ്ടമുള്ളപ്പോൾ താഴെ വെക്കാനുള്ളതല്ല. ഹല്ലേലൂയ. ഇതിൻ്റെ ശ്രേഷ്ഠതയുണ്ട്. എല്ലാവരും പറഞ്ഞു ഇതിന് ശ്രേഷ്ഠതയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇതിന് തൽക്കാലത്തെ കുതിരിക്ക് കുറച്ചുകൾ കേട്ടോ, ഞാൻ പിന്നെ എടുക്കാമെന്ന് പറയാനുള്ളതല്ല. ഹല്ലേലൂയ. നമ്മൾ ഇത് മുറുകെ പിടിക്കാനുള്ളത്. ഇപ്പൊ പറഞ്ഞതാ നമ്മുടെ കേട്ട രക്ഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മൾ കേട്ട രക്ഷ നമ്മൾ ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ ഇത് ഇഷ്ടമുള്ളപ്പം എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് എന്നാൽ ദൈവസേനയിലേക്ക് ഇരുന്നേക്കാം, അല്ലെങ്കിൽ അല്ലാത്തപ്പോൾ ഉറങ്ങിയേക്കാം എന്നല്ല. ഇത് നമുക്ക് മുറുകെ പിടിക്കാൻ, ഇത് എടുത്ത് താഴെ വെച്ചിട്ട് പോകാൻ. കാരണം എത്രത്തോളം വില കൊടുത്താൽ നമുക്കിത് കയ്യിലേക്ക് എത്തിയെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പൊ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് കലക്കെടുത്ത യാഗം നമ്മൾ കൽവരി ക്രൂശിനെ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ ക്രൂശീകരണത്തെ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് വിട്ടുപോകാൻ തോന്നത്തില്ല. എത്രത്തോളം അതുപോലെ നമ്മൾ ഈ ബൈബിളായിട്ട് ഈ പുസ്തകം നമ്മുടെ കയ്യിലെത്താൻ വേണ്ടിയിട്ട് എത്ര പേരുടെ ജീവൻ കൊടുത്തതാന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ വെച്ചിട്ട് പോകാൻ തോന്നത്തില്ല. ഞാൻ പറയും ഞാനിത് എന്നെ പലരും എൻ്റെ വീട്ടിലെല്ലാവരും കളിയാക്കാൻ ഞാൻ പറയും ഞാൻ അന്ന് അറിഞ്ഞ സമയത്ത് ഈ ബൈബിൾ എൻ്റെ കയ്യിൽ ചുമക്കാൻ തുടങ്ങിയത് ഞാൻ എവിടെ പോയാലും ലോകത്തിൻ്റെ എവിടെ പോയാലും ഇതെൻ്റെ കയ്യിലുണ്ടാവും.
ഇതെന്റെ ബാഗിനകത്തുണ്ട്. അപ്പൊ അമ്മ പറയപ്പോൾ ഇത് ബാഗ് തോളെ ചുമന്നാണ് നിനക്ക് ഷോൾഡറിന് വേദന. എന്നാലും അല്ല, ഞാനിത് തോളത്ത് ബാഗിൽ തന്നെ. കാരണം വെച്ചാൽ അത് ചിലപ്പോൾ എൻ്റെ ഒരു റോങ് തോട്ട്സ് ആയിരിക്കും. പക്ഷെ ഞാൻ പറയും, ഇത് ഞാൻ ചുമക്കാൻ തുടങ്ങിയത് പോലെ കർത്താവ് എന്നെ ചുമക്കുന്നു. ആമേൻ, സ്തോത്രം. ഇതിനെ ഞാൻ തോളിൽ വഹിക്കാൻ തുടങ്ങിയതെന്ന് തുടങ്ങി കർത്താവ് അതുപോലെ തന്നെ തോളി. അത് എൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ. അതുകൊണ്ട് ഞാൻ പറയാം, ഇതിനെ നമ്മൾ കേട്ടിട്ട് അല്ല, ഇതിന് കുറച്ച് കഴിയുമ്പോൾ ഇട്ടിട്ട് പോകാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വന്നത് കേട്ടത് അധികം ശ്രദ്ധയോടെ നമ്മൾ കരുതിക്കൊള്ളണം. നമ്മൾ കേട്ടതിനെ ശ്രദ്ധയോടെ നമ്മുടെ ഹൃദയത്തിൽ കരുതുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളൊരു പരാജയമാകത്തില്ല. നിങ്ങൾ എവിടെ പോയാലും എന്ത് ചെയ്താലും ഹാലേലുയ. നമ്മുടെ ലോകപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് പരാജയമാണെന്ന് പലപ്പോഴും തോന്നുന്നത്. ഞാൻ പറയും, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പരാജയമാകത്തില്ല. അവൻ നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിൽ കൂടെ പോയാലും ഞാൻ പറയാം, നമ്മുടെ ഉള്ളിൽ ഹാലേലുയ ദൈവം പറഞ്ഞിട്ടുള്ള ഓരോ വാക്യങ്ങളും ഹാലേലുയ ആമേൻ അത് ആമേൻ നമ്മൾ കരുതിക്കൊണ്ട് അതിന് അനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ആമേൻ നമ്മൾ ഹാലേലുയ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി തന്നെ ദൈവത്തിന്റെ ഹാലേലുയ ഏറ്റവും നല്ല ഹാലേലുയ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഇപ്പോൾ ഉറപ്പോടും ധൈര്യത്തോടും നിൽക്കാൻ പറ്റും. വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, സ്തോത്രം. ഗോഡ് ബ്ലസ് യു.